കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രക്ചർ എന്താണെന്നും അതുപോലെ തന്നെ എങ്ങനെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണു, സ്ട്രക്ചറിന് വാരിയബിൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണു, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണ്. എന്താണ് വാരിയബിൾ ഇനീഷ്യലൈസേഷൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വാരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ. ഒരു സ്ട്രക്ചറിലുള്ള എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ ആ സ്ട്രക്ചറിൻ്റെ പേര് പറഞ്ഞിട്ട് തന്നെ ആ സ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള വാരിയബിൾസിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന അത്തരം വാരിയബിൾസിന് എങ്ങനെ നമ്മൾ വാല്യൂസ് കൊടുക്കുന്നു, വാല്യൂസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വാരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സിൻടാക്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു സ്ട്രക്ചർ വാരിയബിളിന് വാല്യൂസ് അസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം സ്ട്രക്ചറിൻ്റെ പേര് പറയാം, സ്ട്രക്ചർ ടാഗ്, പിന്നെ വാരിയബിൾ ഈക്വൽ ടു കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എത്ര വാല്യൂസ് ആണോ അത്രയും വാല്യൂസ് കോമയിട്ട് കൊടുക്കുക. സ്ട്രക്ചർ ടാഗ് വാരിയബിൾ ഈക്വൽ ടു കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വാല്യൂസ് കൊടുക്കുക, സെമിക്കോളൻ ഇടുക. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ വാരിയബിൾ ഇനീഷ്യലൈസേഷൻ സ്റ്റുഡൻറ്റ് എസ് ഈക്വൽ ടു കേളി ബ്രാക്കറ്റിൽ ആ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ടൈപ്പ് ഡാറ്റാസ് ഉണ്ട്, അഡ്മിഷൻ നമ്പർ, നെയിം, ഗ്രൂപ്പ്, ഫീ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അതിലേക്ക് വാല്യൂ കൊടുക്കാം. സ്റ്റുഡൻറ്റ് എസ് ഈക്വൽ ടു കേളി ബ്രാക്കറ്റിൽ ആദ്യം അഡ്മിഷൻ നമ്പർ കൊടുത്തു 3452, കോമ നെയിം കൊടുക്കുക വൈശാഖ്, ഡബിൾ കോട്ട്സിൽ കൊടുത്തു, കോമ ഗ്രൂപ്പ് കൊടുക്കുക ഡബിൾ കോട്ട്സിൽ സയൻസ്, കോമ ഫീ ഇല്ലേ. അപ്പോൾ നമ്മൾ 270 ഫ്ലോട്ട് ടൈപ്പിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ഫീ അല്ലേ. അപ്പോൾ നമ്മൾ ഫ്ലോട്ട് വാല്യൂ ആയിട്ട് കൊടുക്കുന്നു 270.00. കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് വാരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റോ ഡാറ്റ അവിടേക്ക് കയറി അല്ലേ, ഒരു അഡ്മിഷൻ നമ്പറും അതിൻ്റെ പേരും അതിൻ്റെ ഗ്രൂപ്പും ഫീയും കയറി. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിലോ ഇതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വാല്യൂസും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 കുട്ടികളുടെ ഡീറ്റെയിൽസ് ആ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് അസൈൻ ചെയ്യുന്നത്, ഒരു വാരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ആക്സസിങ് എലമെൻറ്റ്സ് ഓഫ് സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ള അഡ്മിഷൻ നമ്പർ, പേര്, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രക്ചറാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ അഡ്മിഷൻ നമ്പർ, പേര്, ഗ്രൂപ്പ്, ഫീ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ നമ്പറിനൊന്ന് ആക്സസ് ചെയ്യണം, അല്ലെങ്കിൽ നെയിമിനൊന്ന് കിട്ടണം, അല്ലെങ്കിൽ നെയിമിലേക്ക് എൻ്റർ ചെയ്യണം, അല്ലെങ്കിൽ ഗ്രൂപ്പിനെ കിട്ടണം, അല്ലെങ്കിൽ ഫ്ലോട്ടിനെ കിട്ടണം, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വാരിയബിൾ വേണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു വാരിയബിൾ വെച്ചിട്ട് നമ്മൾ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്നത്, അപ്പോൾ അതാണ് നെക്സ്റ്റ് പറയണേ. അപ്പം ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ള ഓരോ എലമെൻറ്റ്സും നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് ഡോട്ട് ഓപ്പറേറ്റർ. ഒന്നുമില്ല, ഒരു കുത്ത്, ഒരു ഡോട്ട്. അപ്പോൾ ആ ഡോട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്നത്. ഇവിടെ ഒരു സിൻടാക്സ് വന്നിട്ടുണ്ട്. ഏത് സ്ട്രക്ചറിൻ്റെ എലമെൻ്റ് ആണോ നമുക്ക് വേണ്ടത്, അപ്പോൾ ആ സ്ട്രക്ചറിൻ്റെ വാരിയബിൾ ഡോട്ട് എലമെൻറ്റ് നെയിം അങ്ങനെയാണ് വിളിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു എലമെൻറ്റിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുക. സ്ട്രക്ചർ വാരിയബിൾ ഡോട്ട് എലമെൻറ്റ് നെയിം. എക്സാമ്പിൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതിൽ ഡേറ്റ് എന്ന് പറഞ്ഞൊരു അല്ലേ സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിനൊരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി ടുഡേ ഡോട്ട് DD ഈക്വൽ ടു 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ DD ഡേ എന്ന് പറയുന്നത് 10 ആയിട്ട് മാറും. 10 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കൊടുക്കാൻ പറ്റും. അതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് strcpy ഓഫ് ADM ഡേറ്റ് ഡോട്ട് മന്ത് ജൂൺ അല്ലേ. അതെന്താ, ADM ഡേറ്റ് എന്ന് പറയുന്ന ഒരു വാരിയബിൾ വെച്ചിട്ട് നമ്മളൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു എലമെൻ്റ് ഉണ്ട് മന്ത്. അപ്പോൾ ADM _date ഡോട്ട് മന്ത് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജൂൺ എന്ന് പറയുന്ന ഒരു വാല്യൂ അതിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. അതാണ് നെക്സ്റ്റ് ലൈനിൽ എക്സാമ്പിൾ പറയുന്നത്. നെക്സ്റ്റ് സീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ S1 ഡോട്ട് ADMNO എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, S1 എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൻ്റെ വാരിയബിളാണ് അല്ലേ. ഡോട്ട് ADMNO എന്ന് പറയുന്നത് ആ സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ള ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, S1 ഡോട്ട് ADMNO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADMNO എന്ന് പറയുന്ന അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അഡ്മിഷൻ നമ്പർ ഇൻപുട്ടായിട്ട് കൊടുക്കാനായിട്ട് പറ്റും.
അപ്പോൾ അതാണ് ആ ലൈൻ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഒരു പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സി ഔട്ടിൽ C1 ഡോട്ട് റിയൽ പ്ലസ് C2 ഡോട്ട് റിയൽ. അപ്പോൾ എന്താ ഉണ്ടാവുക? C1 എന്ന് പറയുന്നൊരു സ്ട്രക്ചറിൻ്റെ വാരിയബിൾ ഡോട്ട് റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ട്രക്ചറിൻ്റെ വാരിയബിൾ ആണോ C1 ഡോട്ട് റിയൽ എന്ന് പറഞ്ഞാൽ റിയൽ എന്ന് പറഞ്ഞുള്ള ആ ഒരു എലമെൻറ്റിനെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിൽ നിന്ന് കിട്ടും. പ്ലസ് C2 ഡോട്ട് റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാരിയബിൾ ഉള്ള ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ള റിയൽ എന്ന് പറയുന്ന എലമെൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ റിയൽ 1ഉം റിയൽ 2ഉം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലസ് ചെയ്യുന്നു. അത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സിനെ നമ്മൾ ആക്സസ് ചെയ്യുക. ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനുള്ള എലമെൻറ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാനോ ഡിസ്പ്ലേ ചെയ്യാനോ ഇൻപുട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടോ കോപ്പി ചെയ്യാനോ എന്ത് വേണ്ടിയിട്ടാണെങ്കിലും ഏതെങ്കിലും ഒരു എലമെൻറ്റ് നമ്മൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ട്രക്ചറിൻ്റെ വാരിയബിൾ വിളിക്കുക, ഡോട്ട് എന്ന് പറയുക. ആ ഒരു ഒന്നുമില്ല, നമ്മൾ A=10 A=10 C out A എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ആ വെറുതെ ഒരു വാരിയബിൾ A എന്ന് പറയുന്നതിന് പകരം എന്ത് വിളിക്കുക? ആ സ്ട്രക്ചറിൻ്റെ വാരിയബിൾ ഡോട്ട് A എന്ന് വിളിക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സ്ട്രക്ചർ എലമെൻസിനെ ആക്സസ് ചെയ്യുന്നത്. ഇവിടെ വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 2 സ്ട്രക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്ട്രക്ട് ടെസ്റ്റ് 1 ആണ് സ്ട്രക്ചറിൻ്റെ പേര്. അതിൻ്റെ ഉള്ളിൽ ഇൻറ്റ് A ഉണ്ട്, ഫ്ലോട്ട് B ഉണ്ട്. ആ സ്ട്രക്ചറിനോട് വാരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. T1 = കേളി ബ്രാക്കറ്റിൽ 3,2.5 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് എന്താ സൂചിപ്പിക്കുന്നത്? ഒരു T1 എന്ന് പറയുന്നൊരു വാരിയബിൾ ഈ ടെസ്റ്റ് 1 എന്ന് പറയുന്നൊരു സ്ട്രക്ചറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ T1ൽ 3,2.5 വാല്യൂസും ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? ആ ഒരു ടെസ്റ്റ് 1 എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ള 2 വാരിയബിൾസാണ് എയും ബിയും അല്ലേ. A എന്ന് പറയുന്നത് 3 ആയിട്ടും B എന്ന് പറയുന്നത് 2.5 ആയിട്ടും നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. എയുടെ വാല്യൂ 3 ആണ്, ബിയുടെ വാല്യൂ 2.5 ആണ്. ഇനി നെക്സ്റ്റ് ഒരു സ്ട്രക്ചർ വന്നിട്ടുണ്ട്, സ്ട്രക്ട് ടെസ്റ്റ് 2. അതിൻ്റെ ഉള്ളിൽ ഇൻറ്റ് A, ഫ്ലോട്ട് B, T2 എന്ന് പറയുന്ന ഒരു വാരിയബിൾ പുറത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, വേറെ ഇനീഷ്യലൈസേഷൻ ഒന്നും അവിടെ ഇല്ല. ഇനി അവിടെ താഴെ ഒരു 2 സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. T2 ഡോട്ട് A = T1 ഡോട്ട് A. അങ്ങനെ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? T2 ഡോട്ട് A എന്ന് പറയുന്നത് ഏതാ? രണ്ടാമത്തെ സ്ട്രക്ചറിലുള്ള A എന്ന് പറയുന്ന വാരിയബിൾ അല്ലേ. T1 ഡോട്ട് A എന്ന് പറയുന്നത് എന്താ? ഒന്നാമത്തെ സ്ട്രക്ചറിലുള്ള A എന്ന് പറയുന്ന വാരിയബിൾ. അപ്പോൾ T2 ഡോട്ട് A = T1 ഡോട്ട് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ട്രക്ചറിലുള്ള എയിലേക്ക് ഒന്നാമത്തെ സ്ട്രക്ചറിലുള്ള എയുടെ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ടെസ്റ്റ് 1 എന്ന് പറയുന്ന സ്ട്രക്ചറിൽ എയുടെ വാല്യൂ 3 ആണ്. അത് ടെസ്റ്റ് 2ലുള്ള A എന്ന് പറയുന്ന വാരിയബിളിന് കിട്ടും. അതാണ് ഈ ഒരു ഭാഗം പറയണേ, ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയണേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? T2 ഡോട്ട് B = T1 ഡോട്ട് B അല്ലേ. T2 ഡോട്ട് B എന്ന് പറയുന്നത് ടെസ്റ്റ് 2 എന്ന് പറയുന്ന രണ്ടാമത്തെ സ്ട്രക്ചറിലുള്ള ബിയുടെ വാല്യൂ ആണ്. T1 ഡോട്ട് B എന്ന് പറയുന്നത് എന്താ? ഒന്നാമത്തെ ടെസ്റ്റ് 1 എന്ന് പറയുന്ന സ്ട്രക്ചറിലുള്ള B എന്ന് പറയുന്ന വാരിയബിളാണ്. അപ്പോൾ T2 ഡോട്ട് B = T1 ഡോട്ട് B എന്ന് പറഞ്ഞാൽ എന്താ? ടെസ്റ്റ് 1 എന്ന് പറയുന്ന സ്ട്രക്ചറിലുള്ള ബിയുടെ വാല്യൂ, അതായത് 2.5 എന്നുള്ളത് രണ്ടാമത്തെ സ്ട്രക്ചറായിട്ടുള്ള ടെസ്റ്റ് 2ലുള്ള ബിയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെയാണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ മനസ്സിലാക്കുക. ഇനി നമുക്കുള്ളത് ഒരു പ്രോഗ്രാമാണ്. ടു ഫൈൻഡ് ദ ടോട്ടൽ സ്കോർ ഓഫ് എ സ്റ്റുഡൻറ്റ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ സ്കോർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ടോട്ടൽ സ്കോർ എന്ന് പറയുമ്പോൾ കുറച്ചധികം എന്തുണ്ടാവും? സബ്ജക്ട്സുകൾ ഉണ്ടാവും. അപ്പോൾ ആ സബ്ജക്റ്റുകളിൽ സബ്ജക്റ്റല്ല ഇവിടെ തന്നിട്ടുള്ളത് C മാർക്ക്, P മാർക്ക്, പ്രാക്ടിക്കൽ മാർക്ക്, തിയറി, അതിൻ്റെ 3 ടോട്ടൽ സ്കോർ അങ്ങനെയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പം ഒരു സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ സ്കോർ കണ്ടുപിടിക്കുക, അതാണ് ക്വസ്റ്റ്യൻ. ടോട്ടൽ സ്കോർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റുഡൻ്റ് ഉണ്ടാവും, അതിനൊരു ID നമ്പർ ഉണ്ടാവും. ആ സ്റ്റുഡൻറ്റിൻ്റെ C മാർക്കും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാർക്കും തിയറി എക്സാമിനേഷൻ മാർക്കും ഇതെല്ലാം ടോട്ടൽ ചെയ്തിട്ടുള്ളൊരു മാർക്ക്, അതാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് വേണം? ഓരോ കുട്ടികളുടെയും രജിസ്റ്റർ നമ്പറും പേരും അവരുടെ C മാർക്ക്, പ്രാക്ടിക്കൽ മാർക്ക്, തിയറി മാർക്ക് എല്ലാം എടുത്തിട്ട് വേണം ടോട്ടൽ ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു ക്ലാസ്സിലുള്ള കുറേ കുട്ടികളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം? സ്ട്രക്ചർ യൂസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ #include IOStream പറഞ്ഞു. #include
CSTDIO, അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു ഗെറ്റ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് CSTDIO എന്ന് പറയുന്ന ഒരു ലൈബ്രറി നമ്മളിവിടെ യൂസ് ചെയ്യണത്. നെക്സ്റ്റ് യൂസിങ് നെയിം സ്പേസ് STD. അപ്പോൾ ഇൻറ്റ് മെയിൻ അല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രക്ചർ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ സ്ട്രക്ചർ എന്താണ്, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള മാർക്കുകളൊക്കെ ഉള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ്, ആ സ്ട്രക്ചറിന് ഒരു പേര് കൊടുത്തു സ്റ്റുഡൻറ്റ്. എന്നിട്ട് നമ്മൾ അതിൽ വാരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നു. ഇൻറ്റ് രജിസ്റ്റർ നമ്പറിന് വേണ്ടിയിട്ടൊരു വാരിയബിൾ. പിന്നെ ഇപ്പോൾ എന്താ പേര് വേണമല്ലേ, ക്യാർ നെയിം ഓഫ് 20, നെയിം സ്റ്റോർ ചെയ്യാനായിട്ട് നെയിം എന്ന് പറയുന്ന വാരിയബിൾ. മൂന്നാമത്തെ ഷോർട്ട് CE, ഷോർട്ട് PE, ഷോർട്ട് TE. സി മാർക്കും പ്രാക്ടിക്കൽ മാർക്കും തിയറി മാർക്കും സ്റ്റോർ ചെയ്യാനായിട്ട് ഷോർട്ട് എന്ന് പറയുന്ന വാരിയബിൾ യൂസ് ചെയ്തിട്ട്. ഷോർട്ട് എന്താണ്, നമ്മളുടെ ടൈപ്പ് മോഡിഫയേഴ്സാണ് ഈ ഷോർട്ട് എന്ന് പറയുന്നത്. അപ്പം ഷോർട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ സി മാർക്കിന് വേണ്ടിയിട്ടും പ്രാക്ടിക്കൽ മാർക്കിന് വേണ്ടിയിട്ടും തിയറി മാർക്കിന് വേണ്ടിയിട്ടുള്ള വാരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു, സെമി കോളൻ ഇടാം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്, മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു, ഇൻറ്റ് മെയിൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന് ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ സ്റ്റുഡൻറ്റ് സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റുഡൻറ്റിലുള്ള എല്ലാ വാരിയബിൾസും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണ്ടേ, നെയിം, മാർക്ക്, രജിസ്റ്റർ നമ്പറൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന് ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തു, സ്റ്റുഡൻറ്റ് ഇനി എന്താ, ടോട്ടൽ മാർക്ക് നമുക്ക് വേണം. അപ്പോൾ ഇൻറ്റ് സ്കോർ എന്ന് പറയുന്നൊരു വാരിയബിൾ കൂടെ നമ്മൾ ടോട്ടൽ മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, COUTൽ എൻ്റർ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എൻ്റർ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, സീൻ വഴി S.REGNO എന്ന് പറയുന്ന വാരിയബിളിലേക്ക് നമ്മൾ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്തു. അപ്പോൾ അത് പോയി. നെക്സ്റ്റ് താഴെ വന്നിട്ടുള്ളത് F_flush of STDIN. അത് എന്ന് വെച്ചാൽ നമ്മളുടെ കീബോർഡ് ബഫർ ക്ലിയർ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരു ഗാർബേജ് വാല്യൂ ഒക്കെ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, F_flush of STDIN എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യണത്. അപ്പോൾ അത് കഴിഞ്ഞു. അതിപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്തു. ഇനി എന്ത് ചെയ്യണം, നെയിം എൻ്റർ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് COUTൽ നമ്മൾ എന്ത് ചെയ്തു, എൻ്റർ നെയിം എന്ന് വിളിച്ചു. നെയിം ഗെറ്റ്സ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്, ഗെറ്റ്സ് S.name എന്ന് വിളിച്ചു. അപ്പോൾ നമ്മൾ നെയിമിലേക്കൊരു നെയിമും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ത് ചെയ്യണം, COUTൽ എൻ്റർ സ്കോർസ് ഇൻ CE, PE ആൻഡ് TE. സി മാർക്ക്, പി മാർക്ക്, ടി മാർക്ക് ഇത്രയും എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ സിന്ന് വെച്ചിട്ട് S.CE, S.PE, S.TE ഒരുമിച്ച് 3 എണ്ണം കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, ടോട്ടൽ മാർക്ക് കാണണം അല്ലേ. അപ്പോൾ ടോട്ടൽ സ്കോർ ഈക്വൽ ടു S.CE പ്ലസ് S.PE പ്ലസ് S.TE. അങ്ങനെ ടോട്ടൽ മാർക്ക് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം, ഇതിനെല്ലാതും ഡിസ്പ്ലേ ചെയ്യണം അല്ലേ. COUT വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞിട്ട് S.register നമ്പർ എന്ന് കൊടുത്തു. അതുപോലെ നെക്സ്റ്റ് നെയിം ഓഫ് സ്റ്റുഡൻറ്റ് S.name അങ്ങനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. അത് കഴിഞ്ഞാൽ സ്കോറുകൾ ഡിസ്പ്ലേ ചെയ്യണം. CE സ്കോർ എന്ന് പറഞ്ഞിട്ട് S.CEയും PE സ്കോർ എന്ന് പറഞ്ഞിട്ട് S.PEയും TE സ്കോർ എന്ന് പറഞ്ഞിട്ട് S.TEയും നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. ലാസ്റ്റ് COUTൽ ടോട്ടൽ സ്കോർ എന്ന് പറഞ്ഞിട്ട് ടോട്ട് സ്കോറും നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. ലാസ്റ്റ് റിട്ടേൺ 0 പറയുക, ക്ലോസ് ചെയ്യുക. ഇതിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൾട്ടിപ്പിൾ സ്റ്റുഡൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫോർ ലൂപ്പ് യൂസ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റുഡൻസിന് ഈ ഒരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് അവരുടെ ടോട്ടൽ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൗണ്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് അതിൻ്റെ ഔട്ട്പുട്ട്. എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, നമ്മളൊരു രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്തു. എൻ്റർ നെയിം, നമ്മളൊരു നെയിം എൻ്റർ ചെയ്തു. എൻ്റർ സ്കോർസ് ഇൻ CE, PE ആൻഡ് TE അല്ലേ. നമ്മൾ സി മാർക്കും പ്രാക്ടിക്കൽ മാർക്കും തിയറി മാർക്കും എൻ്റർ ചെയ്തു. എന്നിട്ട് അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. രജിസ്ട്രേഷൻ നമ്പർ, നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, CE സ്കോർ, PE സ്കോർ, TE സ്കോർ, ടോട്ടൽ സ്കോർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം. നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള +1 പഠിച്ചിട്ടുള്ള പ്രോഗ്രാംസൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഒന്നുമില്ല, നമ്മളെല്ലാം ചെയ്യുന്നത് കോമൺ ആയിട്ട് തന്നെയാണ്. കുറച്ച് പുതുതായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് അല്ലേ. ഗെറ്റ്സൊക്കെ നമ്മൾ അവിടെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ സ്ട്രക്ചർ യൂസ് ചെയ്യാനും സ്ട്രക്ചർ എന്താണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല.
പിന്നെന്താ എഫ് ഫ്ലഷ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ നമ്മൾ കണ്ടു അല്ലേ. ഇത്ര മാത്രമേ ഉള്ളൂ പുതുതായിട്ട്. ബാക്കിയെല്ലാം നമുക്ക് കോമൺ ആയിട്ട് അന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. എങ്ങനെ ഒരു പ്രോഗ്രാം ബേസിക്കായിട്ട് എഴുതാനായിട്ട് പറ്റും എന്നൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഉള്ളത് ഇതുപോലെ തന്നെ ഉള്ളൊരു പ്രോഗ്രാം, ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: ടു ഫൈൻഡ് ദ ആവറേജ് സെയിൽസ് ബൈ സെയിൽസ്മാൻ അല്ലേ. ഒരു ഇതിലുള്ള സെയിൽസ്മാൻ്റെ ആവറേജ് സെയിൽസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഹെഡർ ഫയൽസ് എഴുതാം. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം, ഹാഷ് ഇൻക്ലൂഡ് CSTD.io. നമ്മളിവിടെ ഗെറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് CSTD.io നമ്മൾ യൂസ് ചെയ്തു. നെക്സ്റ്റ് ഹാഷ് ഇൻക്ലൂഡ് IO മാനിപ്പ്. നമ്മൾ മാനിപ്പുലേഷൻ ഫംഗ്ഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് മാനിപ്പുലേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ZW ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായില്ലേ, അപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഹെഡർ ഫയലായിട്ടുള്ള IO മാനിപ്പ് എന്ന് പറയുന്ന ഹെഡർ ഫയൽ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ യൂസിങ് നെയിംസ്പേസ് STD പറയാം. ഇനി എന്താ വേണ്ടത്? നമുക്ക് സ്ട്രക്ചർ വേണം അല്ലേ. സെയിൽസ്മാൻ്റെ സെയിൽസ് കാര്യങ്ങൾ നമുക്ക് കിട്ടണം, പിന്നെ അതിൻ്റെ ആവറേജും കിട്ടണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു, സ്ട്രക്ട് സെയിൽസ് ഡാറ്റ. ഇനി അതിലുള്ള ഇതൊക്കെയുണ്ട്, ഇൻറ്റു കോഡ് അല്ലേ. സെയിൽസ് കോഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റു കോഡ്. പിന്നെ നമ്മൾ നെയിം കിട്ടാനായിട്ട് ക്യാർ നെയിം ഓഫ് 15, അതുപോലെ എമൗണ്ട് കിട്ടാനായിട്ട് ഫ്ലോട്ട് AMT ഓഫ് 12, അതുപോലെ ആവറേജ് കിട്ടാനായിട്ട് ഫ്ലോട്ട് AVG. ഇത്രയും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടൊരു സെയിൽസ് ഡാറ്റ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇൻറ്റു മെയിൻ. അതിൽ നമ്മൾ എന്ത് ചെയ്തു? സെയിൽസ് ഡാറ്റ എന്ന് പറയുന്ന സ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഒരു വാരിയബിൾ, ഒരു അരേ സ്ട്രക്ചർ, ഒരു അരേ വാരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സെയിൽസ് ഡാറ്റ S(20) എന്ന് പറഞ്ഞിട്ടൊരു വാരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഒരു അരേ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് വാരിയബിൾസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് NIJ ഇത്രയും വാരിയബിൾസിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. നെക്സ്റ്റ് ഫ്ലോട്ട് സം അല്ലേ. സമ്മ് കണ്ടുപിടിക്കണം. ആവറേജ് കാണണമെങ്കിൽ നമുക്കൊരു സമ്മ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സമ്മിന് വേണ്ടിയിട്ട് ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സം എന്ന് പറയുന്ന വാരിയബിൾ ഡിക്ലെയർ ചെയ്തു. നെക്സ്റ്റ് എന്താ പറയേണ്ടത്? COutൽ എൻ്റർ ദി നമ്പർ ഓഫ് സെയിൽസ്മെൻസ് എന്ന് പറയാം. എത്ര സെയിൽസ്മെൻ ഉണ്ട്, അവരുടെ സെയിൽസ് ഡീറ്റെയിൽസ് കൊടുക്കണം, എന്നിട്ട് വേണം ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് അല്ലേ. അപ്പോൾ ആദ്യം എത്ര സെയിൽസ്മെൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ കൊടുത്തു, എൻ്റർ ദി നമ്പർ ഓഫ് സെയിൽസ്മെൻ. അപ്പോൾ നമ്മൾ CN വെച്ചിട്ട് N എന്ന് പറയുന്ന വാരിയബിളിലേക്ക് എത്ര നമ്പർ സെയിൽസ്മെൻ ഉണ്ട്. 5 പേരാണെങ്കിൽ 5 പേര്, 10 പേരുടെ ആണെങ്കിൽ 10 പേര്. അപ്പോൾ അത് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ Nലുണ്ടാവും നമ്മൾ കൊടുക്കുന്ന നമ്പർ ഓഫ് സെയിൽസ്മെൻ്റെ ഡാറ്റ. അത് കഴിഞ്ഞ് നമ്മളൊരു ഫോർ ലൂപ്പ് ഇട്ടു. for i = 0, i less than n, i++. അപ്പോൾ 5 നമ്മൾ സെയിൽസ്മെൻ്റെ എണ്ണം കൊടുത്തിട്ടില്ലെങ്കിൽ ആദ്യം ഒരാളുടെ ഡീറ്റെയിൽസ് എടുത്തു, പിന്നെ രണ്ടാമത്തെ ആളുടെ എടുത്തു, മൂന്നാമത്തെ ആളുടെ എടുത്തു. അപ്പോൾ അതാണ് i less than n വെച്ചിട്ടുള്ളത് ഫോർ ലൂപ്പിൽ അല്ലേ. n നമ്പർ ഓഫ് സെയിൽസ്മാൻ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ n വരെ നമുക്ക് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് i0 ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെയിൽസ്മാൻ്റെ കണ്ടുപിടിക്കാൻ പോവാണ്. i = 0 ആണ്, i less than or equal to n ആണ്. അപ്പോൾ നമ്മൾ ലെസ് ദാൻ n ആണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കാൻ പോവാണ്. COutൽ എൻ്റർ ഡീറ്റെയിൽസ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എൻ്റർ ഡീറ്റെയിൽസ് ഓഫ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആളുടെ സെയിൽസ്മാനെ കണ്ടുപിടിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജിനെ ഡിസ്പ്ലേ ചെയ്തു. COutൽ സെയിൽസ്മാൻ കോഡ് അല്ലേ. COutൽ സെയിൽസ്മാൻ കോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെയിൽസ്മാൻ കോഡ് എൻ്റർ ചെയ്യാം. CN വെച്ചിട്ട് SOI.code. SOI എന്ന് പറയുന്നതാണ് നമ്മളുടെ സ്ട്രക്ചറിൻ്റെ വാല്യൂ. അതുകൊണ്ടാണ് SOI. അതായത് S0 എന്ന് പറയുന്നത് കോഡ് എന്ന് പറയുന്ന ആ ഒരു വാരിയബിളിലേക്കാണ് കൊടുക്കുക. അപ്പോൾ SOI.code എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കോഡ് എന്ന് പറയുന്ന വാരിയബിളിൽ സ്റ്റോർ ആവും. പിന്നെ FFlush എന്ന് പറഞ്ഞിട്ട് നമ്മൾ STDIN നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് നെയിം എൻ്റർ ചെയ്യണം. COutലെ നെയിം കൊടുത്തു, അത് ഗെറ്റ്സ് വെച്ചിട്ട് നമ്മൾ നെയിം എന്ന് പറയുന്നതിലേക്ക് എൻ്റർ ചെയ്തു. പിന്നെ COutലെ എമൗണ്ട് ഓഫ് സെയിൽസ് ഇൻ 12 month, ആ ഒരു സെയിൽസ്മാൻ്റെ 12 മാസത്തെ സെയിൽസ് എമൗണ്ട് എൻ്റർ ചെയ്യണം. അപ്പോൾ ഓരോ മാസത്തെയും എടുത്തിട്ട് നമുക്ക് എൻ്റർ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു ലൂപ്പ് അതിൻ്റെ ഉള്ളിലിട്ടിരിക്കുകയാണ് സമ്മ് കണ്ടുപിടിക്കാനായിട്ട്. for sum = 0, j = 0, j less than 12, j++ അല്ലേ. ഓരോ മാസത്തെയും എമൗണ്ട് എടുത്തിട്ട് സം ചെയ്ത് പോകും. അങ്ങനെ 12 വരെ നമ്മളിങ്ങനെ സം ചെയ്ത് പോകാനായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ മാസം എടുത്തു. അപ്പോൾ നമ്മൾ SOI.AMT അല്ലേ, എമൗണ്ട്, ആദ്യത്തെ മാസത്തെ എമൗണ്ട് നമ്മൾ എൻ്റർ ചെയ്തു. അത് സമ്മിലേക്ക് നമ്മൾ പ്രസ് ചെയ്ത് കയറ്റാണ്. നെക്സ്റ്റ് J++ ആവും, J2 ആവും,
അപ്പോൾ എന്ത് ചെയ്യുക, 2 അല്ല 1 ആവും. അപ്പോൾ ആ ഒരു മാസത്തെ എമൗണ്ട് നമ്മൾ സമ്മിലേക്ക് എൻ്റർ ചെയ്തിട്ട് സമ്മിലേക്ക് സ്റ്റോർ ചെയ്യും. പിന്നെ J2 ആവും, 3 ആവും, 4 ആവും. അങ്ങനെ മന്ത് ഇൻക്രിമെൻ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എമൗണ്ടും ഈ സമ്മിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് പോകും. അങ്ങനെ ലാസ്റ്റ് നമുക്ക് സമ്മിൽ എത്ര സമ്മുണ്ട് എന്നുള്ളത് കിട്ടും. എന്നിട്ട് ആ ഫോർ ലൂപ്പിൻ്റെ പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പം തന്നെ അതിൻ്റെ ആവറേജും കണ്ടുവച്ചിട്ടുണ്ട്. ആവറേജ് കണ്ടുപിടിച്ചു. അതിൻ്റെ തൊട്ട് താഴെ സി ഔട്ടിൽ ഡീറ്റെയിൽസ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫോർ ലൂപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യാണ്, അത്രയും ഡാറ്റാസിനെ ഡിസ്പ്ലേ ചെയ്യിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ആവറേജ് സെയിൽസ്, ഒരു സെയിൽസ്മാൻ്റെ ആവറേജ് സെയിൽസ് കണ്ടുപിടിക്കണേ.